ഞാൻ ഇന്ന് വരെ ശോഭാ സുരേന്ദ്രനുമായിട്ട് ഒരിക്കൽ പോലും നേരിട്ട് സംസാരിച്ചിട്ടില്ല, അടുത്തു നിന്ന് കണ്ടിട്ടില്ല. ഒരു കത്തെഴുതി അയക്കായിരുന്നല്ലോ മോനെ. മാമ ഇവിടെ വേണ്ട എല്ലാ ഏർപ്പാടുകളും ചെയ്തേനെ. ഞാൻ യഥാർത്ഥത്തിൽ ജാവേദ് ഇക്കറെ കണ്ടിട്ട് എത്ര മാസമായി? അല്ല സാർ, ആളറിയാതെ അഭ്യാസം നടക്കണ്ട. എന്നെ കാണാൻ വന്നതാണ്. അതിങ്ങനത്തെ ഒരു പാരയായിട്ട് മാറുമെന്ന് ഞാൻ അറിഞ്ഞോ? കാണാൻ രണ്ടാളിങ്ങനെ കാര്യം നിനക്കെന്നെ ഓർമ്മയില്ല അല്ലടാ. അപ്പം കണ്ടപ്പോൾ തന്നെ ഇത് എനിക്ക് തോന്നി ജാവദേക്കർ അല്ലേ? സണ്ണി അമ്പട കേമാ സണ്ണി കുട്ട. അപ്പോൾ എനിക്ക് തന്നെ അത്ഭുതമായി. പറഞ്ഞ വിശ്വസിക്കോ? ഇല്ല, വിശ്വസിക്കില്ലേ? എന്റെ മതി, നിന്റെ ചായ കുടി. അഹങ്കാരി എന്താ നീയൊക്കെ? നിന്നൊക്കെ അപ്പോൾ ഒരു വീട്ടിൽ ഒരാൾ വന്നപ്പോൾ ഇറങ്ങിപ്പോകുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ വളരെ സന്തോഷപൂർവ്വം നമസ്കാരം പറഞ്ഞു. എന്താ വന്നു വെച്ചാൽ ഞങ്ങൾ ഇതിലേ കൂടി പോവുകയായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു, ഒന്ന് കാണാം. ഇതാണ് ഞാനുമായി അദ്ദേഹവുമായി സംസാരിച്ചിട്ടുള്ള കാര്യം. ഒരു വലിയ സംഭവം അല്ലേ? അദ്ദേഹം രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ പറഞ്ഞു, അത് ഞാനുമായിട്ട് വേണ്ട. നിങ്ങൾ രാഷ്ട്രീയ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതെ, ഞങ്ങൾ ചോറ് തന്നെ കൊണ്ടുവന്നേ. എല്ലാവരുമായും നല്ല സുഹൃത്ബന്ധം വെക്കുന്ന ഒരാളാണ് ജയരാജൻ. തകവായ മനുഷ്യനല്ലേ? ഇതേതാണ്ട് എലിക്കണിയിൽ സുന വെട്ടതുപോലെ. സുന വെട്ട എടുക്കാനും പറ്റില്ല, കെണി ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യണം. പക്ഷേ സാധാരണ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, പാപിയുടെ കൂടെ ശിവൻ കൂടിയാ ശിവനും പാപിയായിടുന്നു. അപ്പടിയൊന്നും சொல்லக்கூடாது. ഇത് നമ്മ സിത്തപ്പ. നിങ്ങൾ എന്താണ് എന്നോട് ഇങ്ങനെ നികൃഷ്ടമായി പെരുമാറുന്നത്? മാനഹാനിയും ദ്രവ്യനഷ്ടവും മാത്രമല്ല, ജയിൽവാസവും തനിക്ക് ഫലം. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെയുള്ള കുരുട്ട് ബുദ്ധിയൊക്കെ തനിക്ക് തോന്നുന്നത്. ഈ കൂട്ടുകെട്ടില് എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടില് ഉറക്കപ്പായെന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇന്ന് ആരെയാണ് വഞ്ചിക്കേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ട് ആ ഉറക്കു തെളിയുന്ന ആളുകളുണ്ട്. അത്തരം ആളുകളുമായി കൂട്ടുകെട്ട് അല്ലെങ്കിൽ ലോഹ്യം അല്ലെങ്കിൽ അതിർകവിഞ്ഞ സ്നേഹബന്ധം അതൊക്കെ സാധാരണഗതിയിൽ ഉപേക്ഷിക്കേണ്ടതാണ്. ഇതില് സഖാവ് ജയരാജൻ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ജാഗ്രത കാണിക്കാറില്ല എന്നത് നേരത്തെ തന്നെ ഉള്ള ഒരു അനുഭവമാണ്. എന്റെ അനന്ത, താനും മണ്ടന്മാരെ പോലെ സംസാരിക്കാൻ തുടങ്ങി. സാറിന്റെ കൂടെ കൂടെ പിന്നെ ഞാൻ ഇങ്ങനെ ആയത്. സത്യം പറയാലോ, ഇപ്പൊ ജീവിതം ഒരു വലിയ ചോദ്യചിഹ്നമായി മാറിയിരിക്കുക. തലയ്ക്ക് മീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി എന്നൊരു പാട്ടുണ്ടല്ലോ. അതുപോലെയാ ഇപ്പൊ എന്റെ അവസ്ഥ. ഞാൻ പറയുന്നത് CPM-നകത്ത് ഒരു EP അല്ല, 1000 EP ജയരാജന്മാരുണ്ട്. ജോസ് ഒന്നും കാണാതെ അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പാ. അപ്പൊ ജോസേ, എന്താ നമ്മുടെ ഭാവി പരിപാടി? കോൺഗ്രസിലെ സുധാകരൻജി മാത്രമല്ല, മൊത്തത്തിൽ CPM-ലും ഇതുപോലത്തെ ധാരാളം അസ്വസ്ഥതകളുണ്ട്. എന്താ ഒരു എല്ലൊടിയാണ് ഒച്ച കേട്ടത്? എല്ലൊടിഞ്ഞിട്ടില്ലടാ, ഒടിയാൻ പോണേ ഉള്ളൂ. എന്നാടാ ഇവങ്കെല്ലാം ഇപ്പടി. അതെല്ലാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പൊട്ടിപ്പുറപ്പെടും. ഒരു സംശയം വേണ്ട, രണ്ട് മുന്നണികൾക്കും വലിയ തകർച്ചയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ജോസിന്റെ എല്ലാ പ്രവർത്തനവും നമ്മുടെ നാടിന്റെ വികസനത്തിനാണല്ലോ എന്ന് ഓർക്കുമ്പോ ഒരാശ്വാസം. മാറ്റങ്ങൾ നല്ലതാണ്, മാറട്ടെ, അല്ലെങ്കിൽ നാട്ടുകാരെ അടുത്ത് പെരുമാറട്ടെ.